രാവിലെ 6:30. ഇത്രയും നേരത്തെ എന്താന്നല്ലേ? മാമിച്ചതാ വണ്ടി കയറിയിട്ടുണ്ട്. എവിടേക്കാണെന്നറിയാവോ? പാചകത്തിൻ്റെ സാധനങ്ങൾ എടുക്കാനാണ്. ഇവിടെ പങ്ക്ളീമിച്ചാടെ വീട്ടിലൊരു ചെറിയ ചടങ്ങുണ്ടായിരുന്നു. പങ്ക്ളീമിച്ചാടെ വാപ്പാടെ ആണ്ട്. അത് പങ്ക്ളീമിച്ചാടെ വീട്ടിൽ വെച്ചാണ് നടത്തിയത്. ഇഞ്ചാക്കുഞ്ഞയും മാമിയും ഉമ്മയൊക്കെ ഉണർന്നിട്ടുണ്ട്. പാചകക്കാരൻ ഇക്കായി എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഷംസുക്ക. ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തായിരുന്നു. നിങ്ങൾ കണ്ടു കാണും ഷംസുക്കയുടെ ബിരിയാണി എന്ന് പറഞ്ഞിട്ട്. അതേ, ഷംസുക്ക ഹായ് കാണിക്കുകയാണ്. ഉമ്മി ചായയൊക്കെ കുടിച്ചിട്ട് കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കും ഇഞ്ചാക്കുഞ്ഞ കുഞ്ഞു കുഞ്ഞി പാത്രങ്ങൾ എടുത്ത് പാചകത്തിന് കൊണ്ട് കളിക്കുകയാണ്. അതെല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് വന്നപ്പോഴത്തേക്കും മാമായും മാമിയും വന്നിരുന്നു. ആദ്യം എത്തിയത് അവരാണ് കേട്ടോ. നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കുറേ ലേറ്റായി. കാരണം സ്കൂളിലെയും പിന്നെന്തുമായിരുന്നു, എൻ്റെ മദ്രസയിലെ എക്സാമായിരുന്നു. സ്കൂളിലെ കഴിഞ്ഞു, മദ്രസയുടെ ഇനി ഒരെണ്ണവും കൂടി ഉണ്ട്. അങ്ങനെ ഇതാ മാമിച്ച അവരെ ഹെൽപ്പ് ചെയ്യാണ്. പിന്നെ ഞാൻ എൻ്റെ ഐസക്കുട്ടനെ എടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. ദാ വരുന്നു നമ്മുടെ മൂത്തപ്പായും ബീഫും കൊണ്ട് വരുവാണ്. മംഗ്ലീമിച്ചാടെ ഫാമിലിയിൽ എല്ലാവരും ഒത്തുകൂടെ നല്ല രസമാണ്, ഭയങ്കര വൈബാണ്. മിക്കപ്പോഴും ഇവരെല്ലാവരും ഒത്തുകൂടാറുണ്ട്. അങ്ങനെ വീണ്ടും ഉമ്മി ബാക്കിലേക്ക് പോയി. ഉമ്മി പാചകം ചെയ്യുന്നതൊക്കെ നോക്കി നിൽക്കുവാണ്. അടപ്രഥമനായിരുന്നു ഒജീനായിട്ട് കൊടുത്തിരുന്നത്. മാമിച്ച അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോഴത്തേക്കും ഫർഹാൻ ഉറക്കം എണീച്ച് വന്ന് നിന്ന് എന്താണ് ഇവിടെ പരിപാടി എന്ന് നോക്കുവാണ്. അതൊക്കെ അവിടെ നന്നായിട്ട് നടന്നു. അകത്ത് എന്തായിരുന്നു നോക്കിയിട്ട് വരാം. അകത്ത് മൂത്തുമ്മായും മാമിയും കൂടെ ഭയങ്കര ജോലിയിലാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഓരോരുത്തരായിട്ട് വന്നു തുടങ്ങി. നമ്മുടെ ആഷിദായും അൻഫാസൊക്കെ ആയിരുന്നു വന്നത്. എല്ലാവരും വന്നതിൻ്റെ സന്തോഷം പങ്കുവെക്കുകയാണ് ഗായ്സ്. മാമിച്ച കുറേ നാളായില്ലേ കുഞ്ഞു മക്കളെയൊക്കെ കണ്ടിട്ട്. കുഞ്ഞുമക്കളെയൊക്കെ എടുക്കുകയാണ്. ഇതൊക്കെ നമ്മുടെ മാമിമാരാണ്. ഇത് ഷെയ്ന കുഞ്ഞാടെ മോനാണ് അർഷിക്കുട്ടൻ. അപ്പോഴത്തേക്കും അകത്ത് നല്ല മേളമായി. കിറങ്ങാമേല എത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളെ എല്ലാവരെയും നിങ്ങൾ ശ്രദ്ധിക്കണേ, ഞങ്ങൾ ഒരേ ഡ്രസ്സായിരുന്നു ഇട്ടത്. കണ്ടോ, ഗ്രീൻ കളർ. നമ്മുടെ പട്ടാള മാമ പങ്ക്ലീമിച്ചാടെ ഫാമിലിയിലെ ഒരു മെയിൻ പേഴ്സൺ ആണ് കേട്ടോ. പിന്നെ എല്ലാവർക്കും ഭയങ്കര പേടിയാണ് മാമയെ, ഞങ്ങൾ കുട്ടികൾക്ക് വരെ. ഇത് നമ്മുടെ ഐറൂസാണ്. ഐറൂസിന് മാമയെ പേടിയില്ല. നമ്മുടെ മാമയുടെ കൊച്ചുമോളാണ് കേട്ടോ. സിനാനൊക്കെ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് യൂട്യൂബിൽ ഇടാനാണെന്ന് ചോദിച്ചിട്ട് ചിരിക്കുവാണ്. ഒരുവിധം സെറ്റായി ഫുള്ളായി നമ്മുടെ ഫാമിലി എല്ലാം എത്തിയിട്ടുണ്ട്.
ഒക്കെ കഴിഞ്ഞിട്ട് ഒജീനും ഒക്കെ കൊടുത്തു തുടങ്ങി. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഫുഡ് കഴിക്കാന്നാണ്. ഗൈസ്, ബിരിയാണി എല്ലാം സെറ്റായിട്ട് ഇരിപ്പുണ്ട്. കഴിക്കാനുള്ളവരൊക്കെ ഇരുന്നു. എല്ലാം ഉണ്ടായിരുന്നു. പപ്പടം, ഫുഡൊക്കെ നല്ല രസമായിരുന്നു. പിന്നെ ഞങ്ങൾ കുട്ടികളെയൊക്കെ കിച്ചണിലാണ് ഇരുത്തിയത്. നിരന്നിരിക്കുന്നുണ്ടോ ഫ്രണ്ട്സ്? ഞങ്ങൾ കുട്ടികൾ കഴിച്ചിട്ട് വേണം അടുത്ത ട്രിപ്പ് ആളുകൾ ഇരിക്കാൻ. എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുവാണ്. ഞങ്ങളുടെ ഇരുത്തൊക്കെ കണ്ടിട്ട് ഹാപ്പി ആയിട്ടിരിക്കുവാണ്. ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഉമ്മിമാരെല്ലാം ഇരുന്നു. അവരൊരു ഗ്യാങ് അല്ലേ, എല്ലാവർക്കും ഒന്നിച്ചിരിക്കണം. നീലത്താകുമ്പോൾ എല്ലാവർക്കും ഒന്നിച്ചിരിക്കാമല്ലോ. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് അടുത്ത പ്ലാന് ടൂറിന് പോകുന്ന കാര്യങ്ങളായിരുന്നു. ഇനി എല്ലാവർക്കും ഒന്ന് ടൂറിന് പോകണമെന്ന്. അതും കഴിഞ്ഞ് ഫോട്ടോഷൂട്ട് നടക്കുകയാണ് കേട്ടോ. ഫോട്ടോ എടുത്തു കൊടുക്കാൻ ഞങ്ങൾ കിഡ്സേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അതിൻ്റെ പ്രോബ്ലംസ് ഒക്കെ കാണും. അവർക്ക് എന്തായാലും വേണ്ടില്ല, കുറച്ച് ഫോട്ടോസ് അങ്ങ് കിട്ടിയാൽ മതി. നോക്ക്, എല്ലാരും നിരന്ന് നിൽക്കുന്ന കണ്ടോ? ആ സച്ചുമ്മയ്ക്ക് എവിടെ നിൽക്കണമെന്നറിയത്തില്ല. എല്ലാരും ഇടയിലങ്ങ് കയറിയിരിക്കുക. ഫോട്ടോഷൂട്ട് കഴിഞ്ഞ് ഇനി ഫോട്ടോസ് നോക്കുക. ഇങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഓരോരുത്തരായിട്ട് പോവാൻ തുടങ്ങി. ഇത് നമ്മുടെ ഇഹ്സാൻ കുട്ടൻ. ഇങ്ങനെ ഓരോരുത്തരായിട്ട് പോയി തുടങ്ങി. എന്ത് രസമായിരുന്നെന്നറിയാവോ? നല്ലൊരു ഫാമിലി വൈബായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം ഇന്ന് അത്രയേ ഉള്ളൂ. ബൈ ബൈ, ടാറ്റാ, സീ യു. സബ്സ്ക്രൈബ് ചെയ്യണേ.